Good morning, students. Welcome back to our biology class. ഓണാഘോഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ബയോളജി ക്ലാസ്സിലേക്ക് മടങ്ങി വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യരിലെ ഹോർമോണുകളെ കുറിച്ച് പഠിച്ചു. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഹോർമോൺ ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്യങ്ങളുടെ ഹോർമോണുകളുടെ പ്രവർത്തനം. സസ്യങ്ങളിൽ ഹോർമോണുകളുടെ പ്രവർത്തനം. പ്ലാന്റ്സ് ടു ഹാവ് ഹോർമോൺസ്. സസ്യങ്ങളിലും ഹോർമോണുകളുണ്ട്. പ്ലാന്റ്സ് ടു ഹാവ് ഹോർമോൺസ്. വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും സസ്യങ്ങളിൽ ഹോർമോണുകളാണ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളിലെ ഹോർമോണുകളെ വളർച്ചാ നിയന്ത്രണ വസ്തുക്കൾ. ഹോർമോൺ can regulate growth and different activities in plants. That's why they are known as growth factors. They are known as growth regulating factors. The plant hormones are also known as growth regulating factors. അപ്പോൾ ഗ്രോത്ത് റെഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നും ഈ സസ്യ ഹോർമോണുകൾക്ക് പേരുണ്ട്. വിവിധതരം സസ്യ ഹോർമോണുകൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകിനിൻ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ വാതക രൂപത്തിലുള്ളതാണ്. ഇത്രയും ഹോർമോണുകളാണ് സസ്യങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. സസ്യങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഈ ഹോർമോണുകളെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. We can discuss different types of plant hormones. First one is gibberellin. Gibberellin stimulate breakdown of stored food to facilitate germination, sprouting of leaves, etc. Gibberellin help the plants to break down the stored food and facilitate germination and sprouting of leaves. That's the functions of gibberellin. Next one, auxin. It's an important hormone, plant hormone, and the cell growth, cell elongation, and promoting the growth of terminal buds, fruit formation. All these are the main functions of auxin. Cell growth is the main function, cell elongation, and promoting the growth of terminal buds, fruit formation. All these are the main functions of auxin. And the next one, that is cytokinin. Cell growth, the cell division, cell differentiation. Cell growth, that is also similar in auxin, but here it is cell growth. It is also doing the same thing, and the cell division and cell differentiation, all things are done by the cytokinin. And next hormone, abscisic acid. Dormancy of embryo, dropping of ripened leaves and fruits. Dormancy means sushuptavastha. It's a dormant period, and the dormancy of embryo is regulated by the abscisic acid and dropping of ripened leaves and fruits. And next one, ethylene. It's a type of gaseous type of hormone. It's a type of gaseous hormone. And ethylene, ripening of leaf and fruit. Excess amount of ethylene causes dropping of leaves and fruits. If it is excess, the leaves and fruits will drop. മലയാളത്തിലെ നമുക്ക് ഈ ഹോർമോണുകളെ ഗിബർലിൻ, ഓക്സിൻ, സൈറ്റോകിനിൻ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ, അങ്ങനെ 5 തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഗിബർലിൻ സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. ഇലവിരിയലിനും സഹായിക്കും. വിത്തുകളിൽ അടങ്ങിയിട്ടുള്ള സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളയ്ക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന ഹോർമോണാണ് ഗിബർലിൻ. ഓക്സിൻ
അവ കോശ വളർച്ച, കോശത്തിൻ്റെ ദീർഘീകരണം, അഗ്രമുകളത്തിൻ്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കും. അടുത്തത് സൈറ്റോകിനിനാണ്. സൈറ്റോകിനിൻ കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായകമാകുന്നു. അബ്സിസിക് ആസിഡ് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ, ദ ഡോർമൻ പീരീഡ്, ആൻഡ് പാകമായ ഇലകൾ, കായകൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്നു. എത്തിലിൻ വാതക രൂപത്തിലുള്ളതാണത്. ഇലകളും ഫലങ്ങളും പാകമാകാൻ കൂടിയ അളവിലായാൽ ഇലകളും ഫലങ്ങളും പൊഴിയാനും ഇത് കാരണമാകുന്നു. ഇത്രയൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ. സസ്യ ഹോർമോണുകൾ, അവയുടെ ധർമ്മം, ദ പ്ലാന്റ് ഹോർമോൺസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ ടേബിൾ. സസ്യ ഹോർമോണുകൾ, അവയുടെ ധർമ്മം, ദ പ്ലാന്റ്സ് ഹോർമോൺ ആൻഡ് ദെയർ ഫങ്ഷൻ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇൻ ദിസ് ടേബിൾ. ടേബിളിൽ നോക്കിയിട്ട് നമുക്ക് സസ്യ ഹോർമോണുകളും അവയുടെ ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് എഴുതണം. നിങ്ങൾ എഴുതണം. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. We can discuss these artificial plant hormones. Artificial means that is prepared artificially. The plant hormones are observed and the chemical structure we can identify and we can prepare the plant hormones in artificial way. What is the purpose of this artificial plant hormones? We can prepare and we can use these hormones for the plant growth and different types of plant function. We can regulate these plant function, plant growth and different types of function, that means flowering, etc., that we can regulate with the help of these plant hormones. These are the plant hormones, that means is gibberellin, auxin, cytokinin, abscisic acid, ethylene. These are the plant hormones that we can prepare artificially. സസ്യങ്ങളിലെ വളർച്ചാ ഘടകങ്ങളെ, അതായത് വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് സസ്യങ്ങളിലെ ഹോർമോണുകൾ. ഈ ഹോർമോണുകളെ നമുക്ക് കൃത്രിമമായിട്ട് അവയുടെ ഘടന മനസ്സിലാക്കിയിട്ട് കൃത്രിമമായിട്ട് ഈ സസ്യങ്ങളുടെ ഹോർമോണുകളെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ഈ ഹോർമോണുകൾ ഉപയോഗിച്ച് സസ്യ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകുന്നതിനും ഫലങ്ങൾ പാകമാകുന്നതിനും ഫലങ്ങൾ കൂടുതലുണ്ടാകുന്നതിനും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സസ്യ ഹോർമോണുകൾ കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാന്റ് ഹോർമോൺസ്, സസ്യ ഹോർമോണുകളെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഓക്സിനുകൾ. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാൻ, വേരുമുളപ്പിക്കല്, കളകളെ നശിപ്പിക്കാൻ എന്നീ ആവശ്യങ്ങൾക്കായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഓക്സിനുകൾ. അപ്പോൾ ഓക്സിനുകൾ ഉപയോഗിച്ചിട്ട് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയും, വേരുമുളപ്പിക്കാൻ സഹായിക്കുന്നു, കളകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇവ കാര്യമായിട്ട് നമ്മുടെ ഈ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്സിൻസ്. It is used in agricultural field to prevent the dropping of premature fruits, for the sprouting of fruits, and as a weedicide. It is used as a weedicide. Weedicide means to destroy the weeds. Weeds are the unwanted crops that we have to eliminate with the help of these type of auxins. നെക്സ്റ്റ് വൺ, ഗിബെറലിനുകൾ. മുന്തിരി, ആപ്പിള് മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സൗകര്യത്തിനായിട്ട് ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഇവ ഉപയോഗിക്കുന്നു, ജിബെറലിനുകൾ. Gibberellins. It is used for increasing fruit size in grapes and apple, and also for preventing ripening of fruits to assist marketing. With the help of gibberellin, we can utilize this hormone and we can prevent the ripening of fruits, and it helps in marketing facilities. Ethylene. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു. എത്തിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലിനായി മാറി
റബ്ബറിൽ പാലുൽപാദനം വർദ്ധിക്കുന്നു. അപ്പോൾ റബ്ബറിൻ്റെ എത്തിഫോൺ ഉപയോഗിക്കുമ്പോൾ അത് എത്തിലിനായിട്ട് മാറി വാതക രൂപത്തിലുള്ള ഈ ഹോർമോണായിട്ട് മാറി റബ്ബറിൻ്റെ പാൽ ഉൽപാദനം കൂട്ടുന്നു. റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു. Ethylene is used for flowering of pineapple plants at a time and for the ripening of tomato, lemon, orange, etc. Ethiphone, a chemical which is available in liquid forms, gets transferred into ethylene when used in rubber trees and it increases the production of latex. The lactation or latex formation increased with the help of this ethylene. Ethylene is a gas stage, and ethiphone is used and it is converted into ethylene and it increases the formation of latex in rubber trees. Okay. Acetic acid. പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ പഴവർഗം സസ്യങ്ങൾ, ഇപ്പോൾ പൈനാപ്പിള്, ആപ്പിള്, ഇത്തരത്തിലുള്ള സസ്യങ്ങളെ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സസിക് ആസിഡ്. Abscisic acid, it is used for harvesting fruits at the same time. ഇനി ഹോർമോൺസ് ആൻഡ് മേക്ക് ദ ഫ്രൂട്ട്സ് സീഡ്ലെസ്. പാർത്തനോകാർപ്പി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഫലങ്ങൾ കുരുവില്ലാതെ, സീഡ്സ് ഇല്ലാതെ ഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ സൗകര്യമാണ്. കുറച്ചും കൂടി ഫ്ലഷ് ആയിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിൽ കഴിക്കാൻ സാധിക്കും. ആ ടെക്നോളജിയാണ് പാർത്തനോകാർപ്പി. The seedless orange, grape and watermelon are produced by using artificial auxin. This is a process of formation of fruit from the ovary without fertilization and is called parthenocarpy. The ovary is converted to fruit that is without fertilization. That process is known as parthenocarpy. അതായത് നമ്മുടെ സസ്യങ്ങളിലെ ബീജസങ്കലനം നടക്കാതെ തന്നെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായിട്ട് മാറുന്ന രീതിയാണ്. ബീജസങ്കലനം നടക്കാതെ അണ്ഡാശയങ്ങൾ ഫലങ്ങളായിട്ട് മാറുന്ന രീതിയാണ് പാർത്തനോകാർപ്പി. അപ്പം ഗിബർലിനുകളും പാർത്തനോകാർപ്പിക്ക് കാരണമാവാറുണ്ട്. കൃത്രിമ ഓക്സിനുകളായിട്ടുള്ള നാഫ്തലിൻ അസിറ്റിക് ആസിഡ്, IBA, ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് എന്നീ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേരുമുളപ്പിക്കൽ എന്നിവയ്ക്കായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. 2,4-ഡൈഫീനോക്സിഅസറ്റിക് ആസിഡ് എന്ന ഇത് ഒരു കളനാശിനിയാണ്. ഇറ്റ്സ് എ വീഡിസൈഡ്. 2,4-D ഇറ്റ്സ് എ വീഡിസൈഡ്. അപ്പോൾ ഇത്തരത്തിലെ ഫലങ്ങളിലെ വിത്തില്ലാതാക്കുന്നതിന് പാർത്തനോകാർപ്പി എന്നാണ് പറയുന്നത്. ദ ഫ്രൂട്ട് ഫോർമേഷൻ വിത്തൗട്ട് സീഡ്, ദാറ്റ് ഈസ് പാർത്തനോകാർപ്പി. ഇവിടെ നമ്മുടെ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പി. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ് ഹോർമോണുകളെ കുറിച്ച്, സസ്യ ഹോർമോണുകളെ കുറിച്ച് പഠിച്ചു. ഈ ഹോർമോണുകൾ കൃത്രിമമായി നിർമ്മിക്കുന്നവ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ദോഷകരമായിട്ട് ഭവിക്കും. So we have to control the use of these artificial plant hormones, otherwise it will inversely or badly affect two different types of organism, human being as well as the nature also. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഉപയോഗിക്കാൻ. മാസ്ക് ഒക്കെ ധരിച്ച് കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആവശ്യത്തിന് മാത്രം ഇത്തരത്തിലുള്ള ഹോർമോണുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ പ്ലാന്റ്സിലുണ്ട്, ആനിമൽസിലുണ്ട്. അപ്പം നമ്മൾ പഠിച്ചത് പ്ലാന്റ്സ് ഹോർമോണാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ മുന്നേ പഠിച്ചത് ഹ്യൂമൻ ബീയിങ്സിലുള്ള, അനിമൽസിലുള്ള ഹോർമോണുകളെ കുറിച്ചിട്ടാണ്. ഇത്തരം ഹോർമോണുകൾ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഹോർമോൺ ആക്ടിവേറ്റ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് കൺട്രോൾ ഡിഫറെന്റ് ഫങ്ഷൻസ് ഇൻ അവർ ബോഡി.
ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെയും അതേപോലെ തന്നെ നാഡീവ്യവസ്ഥകളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, പ്ലാന്റ്സിലുണ്ട്. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഇത്തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. ആ ഹോർമോണുകൾ വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യും. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആസ് വെൽ ആസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനവും അതേപോലെ തന്നെ നെർവ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടക്കുമ്പോഴാണ് ജീവൽ പ്രവർത്തനങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ് us access portion. അപ്പോൾ ഇവിടെ ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫസ്റ്റ് വൺ, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് വൺ, എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാ? അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അപ്പോൾ അത് എഴുതി വെക്കണം, അഡ്രീനൽ ഗ്ലാൻഡ്. നെക്സ്റ്റ് വൺ, അനലൈസ് ദ ഇൻഫോർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. X, the production of this hormone is more in night and less in daytime. We know that hormone is melatonin. It is produced from pineal gland. And next one, the hormone from the adrenal gland work along with the sympathetic system. That is two hormone, epinephrine and norepinephrine. It is produced from adrenal gland. It is produced from adrenal gland and it is formed from the medulla, the portion that is medulla. Next one, analyze the illustration and complete the table. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് വായിച്ചു നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, the last one, fourth one, the hormone that help in reabsorption of water in the kidney. Which hormone help in reabsorption of water in the kidney? That is ADH, antidiuretic hormone. Okay, that's all. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം. ഈ ചാപ്റ്റർ ഈ ഭാഗത്തോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നോട്ട് കംപ്ലീറ്റ് ആക്കണം. ഇതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ, താങ്ക് യു.